ജീവസന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവവചനവുമായി വീണ്ടും നിങ്ങളെ സന്ധിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. പ്രശ്ന സങ്കീർണമായ ഈ ലോകത്തിൽ മനുഷ്യനെ ആശ്രയിക്കുന്ന പലതും പരാജയപ്പെടുമ്പോൾ എല്ലാ തലമുറയിലും പെട്ട ദശലക്ഷക്കണക്കിന് ആളുകളെ രൂപാന്തരപ്പെടുത്തുകയും അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകുകയും ചെയ്തിട്ടുള്ള ഈ ദൈവത്തിന്റെ വചനം, അതാ നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ദൈവത്തിന്റെ വചനം ഏറ്റവും ഭക്തരും സത്യസന്ധരും ബുദ്ധിമാന്മാരുമായ ആയിരക്കണക്കിന് ആളുകൾ ദിനംതോറും അംഗീകരിക്കുമ്പോൾ അഭക്തരും നാസ്തികരുമായ ചുരുക്കം ചിലർ മാത്രമേ ഈ ദൈവവചനത്തെ സ്വീകരിക്കാതെ തള്ളിക്കളയുന്നുള്ളൂ. ഈ ദൈവവചനത്തിൽ എഴുതപ്പെട്ട പ്രവചനങ്ങൾ ചെറുതും വലുതുമായ ഏതാണ്ട് 3300ഓളം പ്രവചനങ്ങൾ നിറവേറിക്കഴിഞ്ഞു. പിന്നെയും പറഞ്ഞിരിക്കുന്ന പല പ്രവചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചരിത്രപരമായ, ഭൂമിശാസ്ത്രപരമായ, ജീവശാസ്ത്രപരമായ ഒക്കെയുള്ള വസ്തുതകൾ 100 കണക്കിന് ശരിയാണ്, ഇത് വളരെ സത്യമാണ് എന്ന് ദിനംതോറും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏത് കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന മനുഷ്യനെ ഇത്രമാത്രം സ്വാധീനിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മറ്റൊരു പുസ്തകം ഇന്നേ വരെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മതഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ശാഖകളിൽ പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളോ ഒക്കെ കുറച്ചുപേരെ സ്വാധീനിക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ഏത് മനുഷ്യനെയും സ്വാധീനിക്കുന്ന ഒരു പുസ്തകം വിശുദ്ധ വേദപുസ്തകം പോലെ വേറെ ഇല്ല. എക്കാലത്തിനുമുള്ള മനുഷ്യന്റെ പ്രത്യാശാ കേന്ദ്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ദൈവം. സന്തോഷമല്ലേ അല്പസമയം ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്? നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി ഈ ദൈവവചനം ശ്രവിക്കുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. തിരുവചനത്തിൽ നിന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 50-51 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 50-51 വാക്യം. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകുമ്പോൾ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റ് 3 സുവിശേഷങ്ങളിലും കാണാതെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു അത്ഭുത രോഗസൗഖ്യത്തിന്റെ ചരിത്രമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. മറ്റ് 3 സുവിശേഷങ്ങളിലും യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ യോഹന്നാൻ ഇങ്ങനെയുള്ള പ്രവൃത്തികളെ അടയാളങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുത വിശ്വസിക്കുന്നതിന് സഹായകമായ സൂചനകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ സുവിശേഷത്തിൽ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളെ അടയാളങ്ങളായി വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതിന് മതിയായ തെളിവ് നൽകുന്ന സൂചനകളായിരുന്നു അവ. ഈ 4-ാം അധ്യായത്തിലും യേശു അധികാരമുള്ളവനും ദൈവപുത്രനുമെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സൂചനയാണ് ഈ സംഭവത്തിൽ കൂടെ യോഹന്നാൻ അപ്പോസ്തലൻ നൽകുന്നത്. ഇവിടെ ഒരു രാജഭൃത്യൻ എന്ന മലയാളത്തിൽ പരിഭാഷ ചെയ്തിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എ റോയൽ ഒഫീഷ്യൽ, കൊട്ടാരത്തിലെ ഉയർന്ന ജോലി ചെയ്യുന്ന ഓഫീസർ റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ
തൻ്റെ മകന്റെ സൗഖ്യത്തിനു വേണ്ടി യേശുവിനെ സമീപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യേശു താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ ഉണ്ടെന്നറിഞ്ഞ് ഈ മനുഷ്യൻ ബഹുദൂരം സഞ്ചരിച്ച്, ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളോ മറ്റ് റോഡ് മാർഗങ്ങൾ ഒക്കെ ഇത്രമാത്രം സൗകര്യപ്രദമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും വാഹന മൃഗങ്ങളെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കാൽനടയായോ ദീർഘദൂരം സഞ്ചരിച്ചാണ് യേശുവിനെ തേടി ഈ മനുഷ്യൻ വന്നത്. അതൊരു പരമാർത്ഥമായ കാര്യമാണ്. യേശുവിനെ തേടി വരുന്ന ആരും പരാജയപ്പെട്ടു പോകുകയില്ല. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും യേശുവിനെ അന്വേഷിച്ച് വിശ്വാസത്തോടെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു വ്യക്തി നിശ്ചയമായും ജയാളിയായി തീരുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇവിടെ നാം ഓർത്തിരിക്കേണ്ടത്, യേശുവിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിക്ക് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ടായിരിക്കണം. എബ്രായ ലേഖനം 11 അധ്യായം 6 വാക്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നു എന്നും വിശ്വസിച്ചുകൊണ്ട് വേണം ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ. സ്നേഹിതരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, യേശു മതിയായവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ യേശുവിനെ സമീപിച്ചാൽ നിശ്ചയമായിട്ടും നിങ്ങൾ ലജ്ജിതരാകാൻ ഇടയാകത്തില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുവാൻ ഇടയാകും. ഇദ്ദേഹത്തിന് യേശുവുമായിട്ട് ബന്ധമില്ല. എവിടെയോ കേട്ടറിവാണ് യേശു അധികാരമുള്ളവനാണ്, മറ്റു യഹൂദ റബ്ബിമാരെ പോലെയല്ല, വാക്കിലും പ്രവൃത്തിയിലും അവൻ ശക്തിയുള്ള പ്രവാചകനാണെന്ന് ഈ രാജഭൃത്യൻ അല്ലെങ്കിൽ ഈ റോയൽ ഒഫീഷ്യൽ അറിയുവാനിടയായി. എൻ്റെ മകന് അതികഠിനമായ ജ്വരത്താൽ പനിയാൽ ഭാരപ്പെട്ട് ഭവനത്തിൽ മരണത്തോട് മല്ലടിച്ച് ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചറിൽ ഒക്കെ ആയിരിക്കുക. കൊട്ടാരത്തിൽ സ്വാധീനമുള്ളതുകൊണ്ട് കൊട്ടാരത്തിൽ കടന്നു വരുന്ന ഏറ്റവും മിടുക്കന്മാരായ വൈദ്യന്മാരൊക്കെ തൻ്റെ മകനെ പരിശോധിക്കുകയും മരുന്നുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടും തൻ്റെ രോഗത്തിന് യാതൊരു സൗഖ്യവുമില്ലാതെ, ആശയ്ക്ക് വകയില്ലാതെ, നിരാശനായി തളർന്നിരിക്കുന്ന ഘട്ടത്തിലാണ് രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, പാപങ്ങൾ മോചിക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന അധികാരമുള്ള യേശുവിനെ കുറിച്ച് ഈ മനുഷ്യൻ കേൾക്കുവാനിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ജീവിതത്തിൽ പലതും അതേ പരിശോധിച്ച് പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് നിരാശയുടെ ആഴങ്ങളിലായിരിക്കുന്നെങ്കിൽ പ്രത്യാശ നൽകുന്ന ഒരു കാര്യം, യേശു ഇന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. അതെ, 2000 വർഷങ്ങൾക്കപ്പുറത്ത് പലസ്തീനിൽ, നസ്രത്തിൽ, ഖഫർനഹൂമിൽ, ഗലീലയിൽ, കാനാവിൽ ഒക്കെ സഞ്ചരിച്ച യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. വലിയ യേശുവിൽ വിശ്വസിക്കുമെങ്കിൽ താങ്കളുടെ ജീവിതത്തിന് ആകപ്പാടേ മാറ്റം വരാൻ പോവുകയാണ്. നിരാശയുടെ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ അനുഭവങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ യേശു ശക്തനാണ്. ഞങ്ങൾ എന്തുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നു? ഞങ്ങൾക്ക് സധൈര്യം യേശുവിനെ പ്രസംഗിക്കുവാൻ കഴിയും. മറ്റൊരു നേതാവിനെയോ മറ്റ് കാര്യങ്ങളോ ഒക്കെ പ്രസംഗിക്കുന്ന പലരും പരാജയപ്പെട്ടു പോവുക. അവർക്ക് പ്രതീക്ഷിക്കുന്നത് തങ്ങൾ പ്രസംഗിക്കുന്ന വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ പരാജയപ്പെടും. എന്നാൽ ഞങ്ങൾക്ക് യേശുവിനെ പ്രസംഗിക്കുന്നതിൽ ഒട്ടും അതേ ഭയമില്ല. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു, അത്ഭുതങ്ങളെ ചെയ്യുന്നു. യേശു വലിയവനാണ്. യേശുവിനെ കുറിച്ച് അറിഞ്ഞ് ഈ രാജഭൃത്യൻ മൈലുകൾ സഞ്ചരിച്ച് യേശുവിന്റെ അടുക്കൽ വരികയാണ്. പ്രിയ ശ്രോതാവേ, പ്രശ്നങ്ങളിലും ഭാരങ്ങളിലും പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്നുണ്ടെങ്കിൽ താങ്കളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഓംവഴിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുക. എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു യേശു. ചിലർക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ വസിക്കുന്ന ആളുകളോട് പ്രത്യേക സ്നേഹമുണ്ട്. പലസ്തീൻ ജനതയോട്
ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരെ സ്നേഹിക്കുന്നവരുണ്ട്. ഇസ്രായേലിൽ പാർക്കുന്നവരോട് അവരെ സ്നേഹിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരുണ്ട്. അറബ് രാജ്യങ്ങളിൽ പാർക്കുന്നവരെ സ്നേഹിച്ച് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരുണ്ട്. ജർമ്മനിയിലും അതുപോലെ അമേരിക്കൻ ഐക്യനാടുകളിലുമൊക്കെ ജീവിക്കുന്നവരെ സ്നേഹിച്ച് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ. എന്നാൽ ലോകത്തിലുള്ള സകല മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. അവന്റെ മതമോ അവന്റെ തൊലിയുടെ നിറമോ അവന്റെ സംസ്കാരമോ ഒന്നും യേശുവിന് വിഷയമല്ല. ആര് ആവശ്യങ്ങളുമായി യേശുവിനെ സമീപിക്കുന്നു, വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നു, അവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഈ രാജഭൃത്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. തന്റെ മകന് സൗഖ്യം കിട്ടണമെന്നുള്ള ഉത്കടമായ വാഞ്ചയോടുകൂടി യേശുവിന്റെ അടുക്കൽ വന്ന ഈ മനുഷ്യനോട്, ഈ രാജഭൃത്യനോട് വളരെ നിരാശാജനകമായ ഒരു മറുപടിയാണ് യേശു നൽകിയത്. നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന്. നോക്കണേ, ദീർഘദൂരം സഞ്ചരിച്ച് വളരെ കഷ്ടപ്പെട്ട് യേശുവിനെ തേടി പിടിച്ച് അടുത്ത് വന്നപ്പോൾ ഇയാൾക്ക് വിശ്വാസമില്ല പോലും. അത് നിരാശയും കോപവും ഒക്കെ ഉളവാക്കുന്ന സംഗതിയാണ്. വിശ്വാസമില്ലാതെ ഇത്രത്തോളം വരുമോ എന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ ഉളവായേക്കാം. എന്നാൽ അവന്റെ ഉള്ള അവസ്ഥ യേശുവിന് അറിയാം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടക്കണ്ണന്റെ മാവേലേറ് പോലെ ഒക്കുന്നെങ്കിലും ഒക്കട്ടെ എന്നുള്ളൊരു നിലവാരത്തിലാണ് അയാൾ യേശുവിനെ സമീപിച്ചത്. പലരും അങ്ങനെയാണ്. പലതും പരീക്ഷിക്കുന്ന കൂട്ടത്തിൽ യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു യോഗത്തിൽ സംബന്ധിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാവിഷയം മറ്റൊരാളെ അറിയിച്ചേക്കാം, എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. സ്നേഹിതരെ, അങ്ങനല്ല. യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ പൂർണ്ണമായി യേശുവിൽ വിശ്വസിക്കുക. കാരണം യേശുവിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പിന്നെ എന്തിനു സംശയിക്കണം? ഈ മനുഷ്യനോട് പറയാണ്, അവന്റെ ഉള്ളിൽ പൂർണ്ണമായ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ, അത് മനസ്സിലാക്കിയിട്ട് തന്നെ യേശു പറയുകയാണ്, നിനക്ക് വിശ്വാസം പോരാ, നീ അത്ഭുതവും അടയാളവും കണ്ടെങ്കിലേ പൂർണ്ണമായിട്ട് വിശ്വസിക്കുള്ളൂ. ഇന്ന് പല ആളുകളും അങ്ങനെയാണ്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നു പോയിട്ടില്ല. ഇന്നും യേശുവിന്റെ നാമത്തിൽ ഓരോ ദിവസവും 100 കണക്കിന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. പക്ഷേ വ്യാജ മാർഗത്തിൽ അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പേരിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്നും തന്റെ വചനത്തെ ഉറപ്പിക്കുവാൻ യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും അത് ചെയ്യുവാൻ യേശു ശക്തനാണ്. പക്ഷേ അത് നടക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന വ്യക്തി പ്രസംഗിക്കുന്നു, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു, രോഗശാന്തി നടക്കുന്നു എന്നുള്ള പേരിലൊക്കെ ഇന്ന് ആളുകളെ മാധ്യമങ്ങളിൽ കൂടിയൊക്കെയുള്ള പ്രചാരണങ്ങളിൽ കൂടി അവിടേക്ക് ആകർഷിക്കാറുണ്ട്. അത് പലപ്പോഴും പരാജയമാണ്. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് യേശുവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ അത്ഭുതം നിങ്ങളുടെ മുറിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, അതേ ഉറപ്പായി പറയുന്നു സ്നേഹിത, വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ രോഗക്കിടക്കയിൽ, നിങ്ങളുടെ വീടിനകത്ത് അത്ഭുതം ചെയ്യുവാൻ യേശു ശക്തനാണ്. 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ഞങ്ങൾ അത് ദിനംതോറും അനുഭവിക്കുന്നവരാണ്. എന്നാൽ യേശുവിന്റെ അടുക്കൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെയല്ല വന്നവര് കേവലം അത്ഭുതം അനുഭവിക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ സംഭവിച്ചിട്ട് അവർ വീണ്ടും പഴയ ജീവിതം നയിക്കുന്നവരായിരുന്നില്ല. വ്യക്തമായ രൂപാന്തരം വന്നു. യേശു ഇന്നും അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ ചെയ്തിട്ട്, ഒരു അത്ഭുതം ചെയ്തിട്ട്, ഒരു വ്യത്യാസം വരുത്തിയിട്ട്, ഒരു സൗഖ്യം തന്നിട്ട്, ഒരു വിടുതൽ തന്നിട്ട് വീണ്ടും പഴയ മാർഗത്തിൽ നിങ്ങളെ വിടാൻ യേശു ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മനോഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് അത്ഭുതങ്ങൾ സംഭവിക്കാത്തത്. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് നമ്മളെപ്പോലെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായി നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചിരുന്ന കാലത്ത് ആരൊക്കെ തന്റെ അടുക്കൽ സൗഖ്യത്തിന് വന്നോ അവരെല്ലാം
സൗഖ്യം പ്രാപിച്ചതിന് ശേഷം, അത്ഭുതം നടന്നതിന് ശേഷം വ്യത്യാസം വന്നവരായി തീർന്നിട്ടുണ്ട്. അവരുടെ ജീവിത ശൈലിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ദീർഘവർഷങ്ങൾ കണ്ണിന് കാഴ്ചയില്ലാത്തവനായി ഭിക്ഷയാചിച്ചുകൊണ്ട് വഴിയരികിലിരുന്ന ബർത്തിമായി അവൻ യേശു വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇതെന്താണ് ആരവാരമെന്ന് ചോദിച്ചപ്പോൾ യേശു വരുന്നു എന്ന് പറഞ്ഞു. അവൻ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു. യേശു നിന്നു അവനെ സൗഖ്യമാക്കി. അവന്റെ നിലവിളിയുടെ മുമ്പിൽ യേശു നിന്ന് അവനെ സൗഖ്യമാക്കി. പക്ഷേ നമ്മൾ കാണുന്നത് അവൻ പിന്നീട് വേറെ എങ്ങും പോയില്ല. യേശുവിന്റെ പിന്നാലെ അത്ഭുത സൗഖ്യത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു ബർത്തിമായിയെയാണ് കാണുന്നത്. പ്രിയ ശ്രോതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ യേശു ശക്തനാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തെ യേശുവിനായിട്ട് സമർപ്പിക്കുമോ? യേശുവിൽ നിന്നൊരു അത്ഭുതം അല്ലെങ്കിൽ ഒരു സൗഖ്യം മാത്രം പ്രതീക്ഷിച്ചിട്ട് വീണ്ടും പഴയ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും വ്യത്യാസം വരാത്തത്. വളരെ പ്രാർത്ഥിച്ചിട്ടും വ്യത്യാസം വരാത്തത്. എന്നാൽ ഈ സമയത്ത് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം യേശു സംഭവിപ്പിച്ചാൽ, നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയാൽ, നിങ്ങളുടെ ജീവിതത്തെ യേശുവിനായിട്ട് സമർപ്പിക്കുമെന്ന് ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ അത്ഭുതം നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ കണ്ണു മുമ്പിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മാത്രയിൽ തന്നെ ദൈവം നിങ്ങൾക്കായിട്ട് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. അപ്പോൾ തന്റെ മാനസിക നിലവാരങ്ങൾ, തന്റെ അകത്തെ വിശ്വാസത്തിന്റെ ആഴമൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയ യേശുവിന്റെ മുമ്പിൽ അവൻ തുറന്ന് സമ്മതിച്ചിട്ട് പറഞ്ഞു, ഗുരു, പൈതൽ മരിക്കുന്നതിന് മുമ്പേ കടന്നു വന്നെന്നെ സഹായിക്കണം. അവന് മനസ്സിലായി യേശുവിന് കഴിയും. ഈ ദൈവവചനം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉടലെടുക്കുന്നുവോ? യേശുവിന് കഴിയും. അതേ പ്രിയമുള്ളവരെ, യേശുവിന് കഴിയും. ഏറ്റവും തകർന്ന അവസ്ഥയിൽ, എല്ലാവരും കൈവിടപ്പെട്ട അവസ്ഥയിൽ, എല്ലാ വഴികളും പരാജയപ്പെട്ട അവസ്ഥയിൽ യേശുവിന് കഴിയും എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് പറയുകയാണ്. എന്നെ ശ്രവിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവര് രോഗത്തിന്റെ കാഠിന്യത്തിലും തകർച്ചയുടെ അനുഭവങ്ങളിലും വേദനകളുടെ അനുഭവങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലും ഒക്കെ ആയിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കൂ. യേശുവിന് കഴിയും. വൈദ്യശാസ്ത്രത്തിന് പരിമിതികളുണ്ട്. ക്യാൻസറിന്റെ മുമ്പിൽ, അതുപോലെയുള്ള മാരകമായ രോഗങ്ങളുടെ മുമ്പിൽ വൈദ്യശാസ്ത്രം കൈമലർത്തുമ്പോൾ യേശു പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ സകലവും കഴിയും. യേശുവിന്റെ അടുക്കല് ഒരു ചന്ദ്രരോഗിയായ ലുണാറ്റിക് ആയിട്ടുള്ള മകനുമായിട്ട്, ഊമനായൊരു ഭൂതം ബാധിച്ച, അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മകനുമായിട്ട് യേശുവിന്റെ അടുക്കൽ ഒരു പിതാവ് വരുമ്പോൾ യേശു മറുരൂപ മലയിലായിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരോടൊന്നിച്ച് ബാക്കി ശേഷിക്കുന്ന 9 ശിഷ്യന്മാർ താഴ്വാരത്തിലുണ്ടായിരുന്നു. അവരുടെ അടുക്കൽ സമീപിച്ചപ്പോൾ അവർക്ക് കഴിഞ്ഞില്ല. ആ ഭൂതത്തെ പുറത്താക്കാൻ കഴിയുന്നില്ല. വളരെ ശക്തമായ ഒരു അശുദ്ധാത്മാവിന്റെ ബാധ. പലപ്പോഴും ഈ ബാലനെ തീയിലും വെള്ളത്തിലും വിട്ട് നുരപ്പിച്ച് അവനെ തകർത്ത് കളയുന്ന ഒരു പൈശാചിക ബാധ. പക്ഷേ അവന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ അവരോട് തർക്കിച്ചുകൊണ്ടിരുന്നു, എന്തേ നിങ്ങൾക്ക് കഴിയാത്തത്? യേശു വന്നപ്പോൾ ചോദിച്ചു, എന്താ കാര്യം? ഈ പിതാവ് മുമ്പിലോട്ട് വന്നിട്ട് പറഞ്ഞു, ഗുരു, അങ്ങയുടെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞാൻ എൻ്റെ മകനെ കൊണ്ടുവന്നു. ഇതുപോലുള്ള കണ്ടീഷനിലുള്ള എൻ്റെ മകനെ കൊണ്ടുവന്നു. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. ആ ചോദ്യത്തിന് മുമ്പിൽ യേശു പറയാൽ, നിന്നാൽ വല്ലതും കഴിയുമെന്നോ? വിശ്വസിക്കുന്നവനാൽ സകലവും കഴിയും. അതേ പ്രിയമുള്ളവരെ, യേശുവിനെ നിങ്ങൾ സംശയിക്കേണ്ട, പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തെയാ സംശയിക്കുന്നത്. ആ മനുഷ്യൻ തന്റെ കുറവ് മനസ്സിലാക്കിയിട്ട് പറയുക, യേശുവേ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. അത് അത്ഭുതം നടക്കാനുള്ള തടസ്സം അതാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള സംശയങ്ങളും അതുപോലെ തന്നെ അവിശ്വാസവുമാണ്. പല പ്രശ്നങ്ങളിൽപ്പെട്ട ഉഴലും പോലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്ന ദൈവത്തിൽ എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ കഴിയാത്തത്? കമോൺ, വിശ്വസിക്കേ.
നിങ്ങളുടെ കണ്ണുമുമ്പിൽ അത്ഭുതം നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിൽ കിടക്കയിൽ കിടക്കുന്ന ആ രോഗി എഴുന്നേൽക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമെങ്കിൽ ഈ ക്ഷണത്തിൽ, ഞാൻ ഈ ദൈവവചനം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷണത്തിൽ തന്നെ അത്ഭുത സൗഖ്യത്തിന്റെ ശക്തി യേശുവിൽ നിന്ന് വ്യാപരിക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? സംശയിക്കേണ്ട കാര്യമില്ല. വിശ്വസിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ സാക്ഷ്യം അത് ഉറപ്പിച്ചു പറയുന്നു. അതേ, വിശ്വസിച്ച മാത്രയിൽ തന്നെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. സ്നേഹിതരെ, ഈ മനുഷ്യനോട് യേശു പറഞ്ഞു, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. തൻ്റെ ഉള്ള സ്ഥിതി പറഞ്ഞ യേശുവിനോട് അവന് കടുത്ത വിശ്വാസം, ഒന്നുകൂടെ അടുത്ത വിശ്വാസം ഉണ്ടായി. അപ്പോഴാണ് അവനോട് യേശു പറയുന്നത്, പൈതൽ മരിക്കുന്നതിന് മുമ്പേ വന്ന് കൈവച്ച് അവനെ സൗഖ്യമാക്കി സഹായിക്കണം, എൻ്റെ കൂടെ വരണം, അങ്ങ് വന്നാൽ കാര്യം സാധിക്കും. അവൻ്റെ കേട്ടറിവ്, യേശു വന്ന് തൊട്ടാൽ, യേശു അടുത്ത് വന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ ഒക്കെ ആ ക്ഷണത്തിൽ മാറ്റം വരും. തൻ്റെ വീട്ടിൽ അതേ വളരെ വേഗത്തിൽ നാഡീമിടിപ്പുകൾ താഴ്ന്നുകൊണ്ടിരിക്കുന്ന, BP ലോ ആയി മരണത്തോട് സമീപിച്ചുകൊണ്ടിരിക്കുന്ന, നേരിയ ശ്വാസം മാത്രമുള്ള ഒരു മകനെ കണ്ടിട്ടാണ് വന്നത്. ഇനിയും വൈകിയാൽ ആ മകന് എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെടുമെന്ന് ഈ പിതാവിന് നന്നാ ബോധ്യമുണ്ട്. അതുകൊണ്ട് യേശുവിനെ കമ്പൽ ചെയ്യാം, പ്ലീസ് വന്നാട്ട്. ചില വിഷയങ്ങളൊക്കെ ഏറ്റവും പ്രത്യാശ നഷ്ടപ്പെട്ട് നേരിയൊരു ചലനം മാത്രമേ ഉള്ളൂ, പ്രത്യാശയുടെ ഒരു ചെറിയ കിരണം മാത്രമേ ഉള്ളൂ, ചുറ്റും അന്ധകാരമാണ്. ഈ നിലയിൽ പോയാൽ ഇനിയും സാധ്യത ഇല്ല എന്ന് പറയുന്ന ഘട്ടത്തിലായിരിക്കാം നിങ്ങൾ. പക്ഷെ വിശ്വസിക്കൂ, വ്യത്യാസം വരുത്തുന്ന, അത്ഭുതകരമായ മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്കായിട്ട് സംഭവിക്കാൻ പോവുകയാണ്. അതെ, നിങ്ങളുടെ ആ പ്രിയ ബന്ധു, ആ മകൻ, ഭാര്യ, ഭർത്താവ് ക്യാൻസർ രോഗത്താലോ ബ്രെയിൻ ട്യൂമറിനാലോ മറ്റ് മാരകമായ രോഗത്താലോ ഭാരപ്പെടുകയാണ്. നേരിയ ആശയ്ക്ക് വക പോലും ഇല്ലെങ്കിലും എല്ലാ തെറാപ്പികളും, കീമോതെറാപ്പിയും റേഡിയോ തെറാപ്പിയും മറ്റ് തെറാപ്പികളെല്ലാം പരാജയപ്പെട്ട സ്ഥാനത്ത് ഹീലിംഗ് തെറാപ്പി, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സൗഖ്യത്തിന്റെ ആ തെറാപ്പി ഇപ്പോൾ അത് സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. വിശ്വസിക്കുമെങ്കിൽ, യെസ്, ഹി ഈസ് അലൈവ്. യേശു ജീവിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുവാൻ യേശു ജീവിക്കുന്നു. ഈ മനുഷ്യനോട് യേശു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവന് ഉള്ളിൽ വിശ്വാസം ശക്തമായി വരുന്നു എന്നുള്ളത് യേശു മനസ്സിലാക്കി. ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ശക്തമാകുന്നെങ്കിൽ കണ്ടിന്യൂ, ഗോ ഓൺ, ഗോ ഓൺ. ആ വിശ്വാസം നിങ്ങളിൽ രൂഢമൂലമാകട്ടെ, ഉറയ്ക്കട്ടെ. എനിക്കറിയാം അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. ഇല്ല, ഇതൊന്നും സംഭവിക്കത്തില്ല, അതൊക്കെ ബൈബിളിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്, ഇന്ന് അതൊന്നും സാധ്യമല്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തോട് മന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് എനിക്കറിയാം. അതെ, യേശുവിൽ വിശ്വസിക്കാത്ത സാത്താന്യ ശക്തി. അന്നും ഈ വിചാരങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവൻ ജോസഫിന്റെ മകനല്ലോ, ഇവൻ തച്ചന്റെ മകനല്ലേ, ഇവന് പഠിപ്പില്ലല്ലോ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യേശുവിൽ വിശ്വസിക്കാതെ, ഈവൻ സ്വന്തം സഹോദരങ്ങൾ പോലും യേശുവിനെ വിശ്വസിക്കാതെ ഇരുന്നായിട്ട് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ആ ഒരു ശക്തിയുണ്ട്. സാക്ഷാൽ ദൈവപുത്രനായവൻ, സകലത്തിന്റെ മേലും അധികാരമുള്ള യേശുവിൽ വിശ്വസിക്കാതെ ഇരിക്കാൻ തക്കവണ്ണം വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വചനം സംസാരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ പ്രോത്സാഹിപ്പിച്ച് ഈ വചനം വിശ്വസിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ തുടരുക, വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഇതുവരെ ഒരു അത്ഭുതം നടന്നാൽ ഞാൻ വിശ്വസിക്കാം എന്നുള്ള കണ്ടീഷനിലായിരിക്കാം നിങ്ങൾ. പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അകത്ത് ക്രിയ ചെയ്തിട്ട് ശക്തമായി യേശുവിൽ വിശ്വസിക്കാൻ ഒരു പ്രേരണ തരുന്നെങ്കിൽ പുറകോട്ട് പോകരുത്. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചതാണ്, പലപ്പോഴും ഞാൻ വളരെ ശക്തമായി ആഗ്രഹിച്ചതാണ്, പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, എന്നിട്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല എന്ന് പറയുന്ന ആ വാക്കുകളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അകത്തെൻ്റെ ഉള്ളിൽ വിശ്വാസം വരുന്നു. യേശു, എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വചനങ്ങളെ വിശ്വസിക്കുവാൻ ശക്തി നൽകുന്നു.
ഞാൻ എൻ്റെ അവിശ്വാസത്തിന്റെ മേൽ ജയമെടുക്കുമെന്ന് പറഞ്ഞ് അവിശ്വാസത്തെ തോൽപ്പിച്ചുകൊണ്ട്, സംശയത്തെ തോൽപ്പിച്ചുകൊണ്ട് യേശുവിനെ വിശ്വസിക്കൂ. ഈ രാജവൃത്യനെ പോലെ യേശുവുമായിട്ട് സന്ധിച്ചു കഴിഞ്ഞ് യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവന്റെ വിശ്വാസം കുറയുകയല്ലായിരുന്നു, മറിച്ച് അത് വർദ്ധിച്ചു വരികയായിരുന്നു. ഞങ്ങളും അതാണ് ആഗ്രഹിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ താങ്കൾ ഏതവസ്ഥയിലുമാകട്ടെ, ഏത് പ്രായത്തിലുമാകട്ടെ, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുമാകട്ടെ, ഏത് തത്വസംഹിതകളിൽ വിശ്വസിക്കുന്ന ആളുമാകട്ടെ, നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ നിരാശകൾ മാറ്റിക്കൊണ്ട് ജീവിതത്തിലെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ള ഒരു യേശുവുണ്ട്. ആ യേശുവിൽ വിശ്വസിപ്പാൻ ഒരു പ്രേരണ, ഒരു ചാലക ശക്തിയായി നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം അങ്കുരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളർന്നു വരട്ടെ. ആ വിശ്വാസം അത്ഭുതങ്ങളെ സംഭവിപ്പിക്കുന്ന വിശ്വാസം. യേശു അവനോട് പറഞ്ഞു, ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല, പോക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. പോക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച മനുഷ്യൻ പോയി. നോക്കണേ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ദീർഘമൈലുകൾ സഞ്ചരിച്ച് കടന്നു വന്ന ഈ മനുഷ്യൻ യേശു പറഞ്ഞ വാക്ക് മാത്രം വിശ്വസിച്ച് പോയി തന്റെ വീട്ടിലേക്ക്. ഒന്നും താൻ കണ്ടില്ല, ഒന്നും കണ്ടില്ല, ഒരു വിവരവും ലഭിച്ചില്ല. ഇന്നത്തെ പോലെ വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒന്നുമില്ലാതിരുന്ന കാലത്ത്, നിൽ ആയിരുന്ന കാലത്താണ്. അതുകൊണ്ട് മൊബൈൽ ഫോണിൽ കൂടെ വിവരം അറിയിക്കാനൊന്നും ആരുമില്ല. പക്ഷേ അയാൾ ആഴത്തിൽ വിശ്വസിച്ചു. തന്റെ മകന്റെ രോഗത്തിന്റെ മേൽ അധികാരമുള്ള യേശുവിന്റെ പ്രവൃത്തി നടന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മനുഷ്യൻ പോയി. പ്രിയ ശ്രോതാവേ, താങ്കൾക്ക് ഇതുപോലെ വിശ്വസിപ്പാൻ കഴിയുമോ? യേശു നിന്നെ സൗഖ്യമാക്കുന്നു. യേശു നിന്റെ പ്രശ്നത്തിൽ പരിഹാരം നിർദ്ദേശിക്കുന്നു. ഇന്ന് വരെയുള്ള നിന്റെ ജീവിത തകർച്ചയെ യേശു മാറ്റിക്കൊണ്ട് നിന്നെ പണിയുവാൻ തുടങ്ങുന്നു. പാപത്തിൽ, മദ്യപാനത്തിൽ, വെറിക്കൂത്തുകളിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ തകർന്ന് ഇനി എനിക്ക് രക്ഷയില്ലെന്ന് പറയുന്ന നിന്റെ കണ്ടീഷന് പൂർണ്ണമായിട്ട് മാറ്റം വരുത്തുവാൻ യേശു ശക്തൻ. വിശ്വസിക്കുമോ? ഇപ്പോൾ ആ മാറ്റം സംഭവിക്കുകയാണ്. ഈ രാജഭൃത്യൻ വിശ്വസിച്ചതുപോലെ ഈ ക്ഷണത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അത്ഭുതം നടന്നു കഴിഞ്ഞു. അയാൾ മറ്റൊന്നും ചോദ്യം ചെയ്തില്ല. ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചുകൊണ്ട് മടങ്ങുമ്പോൾ എന്ത് സംഭവിച്ചെന്നുള്ളതാണ് 51-ാം വാക്യത്തിൽ വായിച്ചത്. അവൻ പോകുമ്പോൾ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവൻ അത്ഭുതം നടന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ നടന്ന അത്ഭുതത്തിന്റെ വാർത്തയുമായിട്ട് ഇതാ അവന്റെ ദാസന്മാർ ഓടി വരികയാണ്. അതെ, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ല, ഇന്ന് നടക്കുന്ന സംഭവമാണ്, ഇപ്പോൾ നടക്കുവാൻ പോകുന്ന സംഭവമാണ്. സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു, അത്ഭുതങ്ങളുടെ യേശു, രൂപാന്തരം വരുത്തുന്ന യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ പോവുകയാണ്. ഈ യേശുവിനെ നിങ്ങളുടെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ കൂടെ എന്നും ഇരുന്ന് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന യേശു നിങ്ങളുടെ സ്വന്തമാകട്ടെ. എങ്ങനെയാണ് യേശു സ്വന്തമാകുന്നത്? വിശ്വാസത്താൽ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. യേശുവേ, അങ്ങേ എനിക്ക് ആവശ്യമുണ്ട്. എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്ന, എന്നെ സൗഖ്യമാക്കുന്ന, എന്റെ തകർച്ചകളെ മാറ്റുന്ന, എന്നെ നിത്യജീവനിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഏക സത്യ ദൈവമായ അങ്ങേ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ഹൃദയ കവാടം തുറന്നിട്ടിരിക്കുകയാണ്. അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. എൻ്റെ ഹൃദയത്തിൽ സിംഹാസനസ്ഥനായി എന്നെ നിയന്ത്രിക്കണം. എൻ്റെ സകല നിയന്ത്രണവും, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും വിശ്വാസത്താൽ ഞാൻ അങ്ങയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ യേശു നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങൾ യേശുവിനും സ്വന്തമാണ്. സ്നേഹിതരെ, ഈ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ പലതും ചെയ്ത് പരാജയപ്പെട്ട് ഇനി ജീവിക്കുന്നത് പോലും എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം.
ആശയ്ക്ക് വഴിയില്ലാത്ത അനുഭവമായിരിക്കാം. കൈവിടിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. വചനത്തെ വിശ്വസിക്കണം, യേശുവിനെ വിശ്വസിക്കണം. ആയിരക്കണക്കിന് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ വിശ്വസിച്ചുകൊണ്ട് പോയി, അവനൊന്നും കണ്ടില്ല. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതിന് ആരും നിങ്ങളുടെ മേൽ കൈവെക്കേണ്ട ആവശ്യമില്ല, ആരും നിങ്ങളുടെ അടുത്ത് വരേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ വചനം വിശ്വസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ നിങ്ങൾക്കായി കർത്താവ് വീണ്ടും അത് ചെയ്യും. ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് അഗെയിൻ. വീണ്ടും അത് ചെയ്യാൻ പോവുകയാണ്. ഈ മനുഷ്യൻ വിശ്വസിച്ചു. വീട്ടിൽ ചെന്ന് തന്റെ മകനെ പൂർണ്ണ സൗഖ്യത്തോടെ കണ്ടു. അവൻ ഒരു കാര്യം തീരുമാനിച്ചു. ആ വേദഭാഗം അവസാനിക്കുമ്പോൾ, ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു, താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നു. മൈലുകൾക്കപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷണത്തിൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ആ വചനം അതിവേഗം പാഞ്ഞു ചെന്ന്, യേശുവിന്റെ വായിൽ നിന്ന് വീണ ആ വചനം അതിവേഗം പാഞ്ഞു ചെന്ന് ഈ രാജഭൃത്യന്റെ മകനെ രോഗക്കിടക്കയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവാനായി എഴുന്നേൽപ്പിച്ചു. ഇത് കെട്ടുകഥയല്ല, ചരിത്ര സംഭവമാണ്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവം കെട്ടുകഥയല്ല. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ അവന്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്നത് മെയ്ഡപ്പ് സ്റ്റോറീസ് കൊണ്ടല്ല, നിർമ്മിത കഥകൾ കൊണ്ടല്ല. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഇത് സംഭവിച്ച കാര്യമാണ്. ഇന്നും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാകുന്നു. പാപത്തിന്റെ അഗാധമായ ചേറ്റുകുഴിയിൽ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോയി അവസാനിക്കാനല്ല ദൈവം നിന്നെ സൃഷ്ടിച്ച് ആരോഗ്യം തന്ന് വേണ്ടതൊക്കെ തന്ന് ഭൂമിയിലാക്കിയിരിക്കുന്നത്. രൂപാന്തരം വരുത്തുന്ന യേശുവിൽ വിശ്വസിപ്പാൻ കഴിയട്ടെ. ഇന്ന് ഈ വചനം ശ്രവിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ, യേശുവിനെ ആഴമായി വിശ്വസിപ്പാൻ കഴിയുമോ? നിങ്ങൾക്ക് വേണ്ടി യേശു ഇന്നൊരു അത്ഭുതം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുന്ന ആ യേശുവിനായിട്ട് ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കൂ. ഇന്ന് ഈ സമയത്ത് യേശു നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശക്തിയുള്ള വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രനായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അനേകരെ സൗഖ്യമാക്കിയ കൂട്ടത്തില് ഒരു രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കി. അവന്റെ അടുക്ക ചെല്ലാതെ, അവനെ തൊടാതെ, മൈലുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് അവന്റെ പിതാവിനോട് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ സൗഖ്യദായക ശക്തി അവനിലേക്ക് കടന്ന് അവനെ പൂർണ്ണ ആരോഗ്യവാനായി എഴുന്നേൽപ്പിച്ച അതേ യേശുവിന്റെ വചനങ്ങൾക്ക്, അതേ യേശുവിന് ഇന്നും ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വചനം ശ്രവിച്ച ചില പ്രിയപ്പെട്ടവര് രോഗത്തിന്റെ പിടിയിലാണ്, കടഭാരത്തിന്റെ പിടിയിലാണ്, നിരാശയുടെ അടിത്തട്ടിലാണ്. അവരെ കർത്താവെ അങ്ങയുടെ വചനത്താൽ സൗഖ്യമാക്കണം. ഈ വചനം വിശ്വസിച്ച രോഗികൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അതെ, വചനം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ തന്നെ കർത്താവെ നിന്റെ അത്ഭുതം കാണുവാൻ, ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്ന അത്ഭുതം കാണുവാൻ സഹായിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണമേ. പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് ഉള്ളിൽ പ്രത്യാശ നൽകണമേ. തകർന്നിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പണിതുയർത്തണമേ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ആ രോഗങ്ങൾ മാറട്ടെ. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ, മരുന്ന് കൊണ്ട് സൗഖ്യമാകാത്ത ആ രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. തകർന്ന അനുഭവങ്ങൾ, കടഭാരത്തിൽ, നഷ്ടത്തിൽ, തകർച്ചയിൽ, മദ്യപാനത്തിൽ, പാപത്തിന്റെ ചേറ്റുകുഴിയിൽ രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവെ, വിടുവിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ടവർ പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കാണുവാൻ. ഇത് ശ്രവിക്കുന്ന അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തണമേ. അങ്ങയുടെ അത്ഭുതം ഇറങ്ങി വരട്ടെ കർത്താവേ. അങ്ങ് അത് ചെയ്തിരിക്കയാൽ സ്തോത്രം. അങ്ങ് വീണ്ടും ചിലർക്ക് വേണ്ടി വലിയവ ചെയ്തിരിക്കയാൽ സ്തോത്രം. മഹത്വം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹിതരെ, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഇവിടെ പ്രദർശിപ്പിക്കുന്ന മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടും. പ്രാർത്ഥനയ്ക്കും കൗൺസിലിങ്ങിനും അതുപോലെ തന്നെ ആത്മീയ കൂട്ടായ്മകൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ ഞങ്ങൾ സന്നദ്ധമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.